ബത്ലഹേം മണ്ണിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമാണ്. അന്ന് മനുഷ്യരാരുമല്ല ഈ ശബ്ദം പാടി കേൾപ്പിച്ചത്. സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ഇറങ്ങി യേശു കർത്താവിന്റെ തിരുപ്പിറവി ദിനത്തിൽ മാലോകരോടെല്ലാം വിളിച്ചു പറഞ്ഞു ഈ സന്ദേശം: ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മാത്രമല്ല, ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഭൂജാതനായിരിക്കുന്നു എന്ന സന്ദേശം കൂടെ കൈമാറി. അതെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് അഥവാ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മിലേക്ക് തന്നെ നാം നോക്കിയാൽ സമാധാനം കെട്ടടങ്ങിപ്പോയി, സന്തോഷമില്ലാതെ, ശാന്തിയില്ലാതെ അലയുന്ന അനേക ഹൃദയങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ നാമം അതിൽ ഉൾപ്പെട്ടവരായിരിക്കാം. എന്നാൽ ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശമുണ്ട്. ക്രിസ്തുവിന്റെ സമാധാനം അത് ലോകം തരുന്ന സമാധാനമല്ല. ലോകം തരുന്ന സമാധാനം നൈമിഷിക നിമിഷങ്ങൾ കൊണ്ട് നിന്നു പോകുമ്പോൾ, നമ്മുടെ ആഘോഷങ്ങൾ, ആർഭാടങ്ങൾ അതെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ സകലവും അസ്തമിച്ച് പിന്നെയും ശാന്തിയില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത ജീവിതത്തിന്റെ ഉടമകളായി തീരുമ്പോൾ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞ സന്ദേശം ഇതാണ്: ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, നിത്യമായും നിലനിൽക്കുന്നതുമായ ഒരു സമാധാനം. അതേ പ്രിയരെ, ആ സമാധാനത്തിന്റെ സന്ദേശമാണ് ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നത്. കേവലം ഒരു പുൽക്കൂട്ടിൽ കിടക്കുന്ന നക്ഷത്ര ദീപാലങ്കാരങ്ങൾ കൊണ്ട് തീരുന്ന ഒരു വസ്തുതയല്ല ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കണം. അതാണ് ശരിക്കും ക്രിസ്മസ്. യേശു നമ്മുടെ ഉള്ളിൽ ജനിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും അസമാധാനം മാറി, അസന്തുഷ്ടികൾ മാറി, നിത്യമായ സമാധാനവും സന്തോഷവും ശാന്തിയും കൈവരുവാൻ ഇടയായി തീരും. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെയും എന്നെ ശബ്ദം കേൾക്കുന്ന കേൾവിക്കാരെയും അതിനായി ഒരുക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്മസ്, ഒപ്പം ഒരു പുതുവത്സരവും നിങ്ങൾക്കായി ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യത്തിനുറവിടമാകും യേശുനാഥനവൻ, കാരുണ്യത്തിനുറവിടമാകും യേശുനാഥനവൻ. എന്റെ കണ്ണുനീർ തൂകിടും വേളകളിൽ തൃക്കൈയിൽ താങ്ങുന്നതാ, കണ്ണുനീർ തൂകിടും വേളകളിൽ തൃക്കൈയിൽ താങ്ങുന്നതാ. എന്റെ ആശ്രയമേശുവിലാ, എന്റെ മോദം തൻ കരുതലിലാ. നന്ദി ഞാൻ ചൊല്ലിടും, സ്തുതി മുഴക്കിടും, വഴി നടത്തും കൃപയ്ക്കായി, എന്നെ വഴി നടത്തും കൃപയ്ക്കായി. നാൾതോറും ഭാരങ്ങൾ വഹിക്കുന്നവൻ, ഒരു നാളും കൈവിടാത്തവൻ. നാൾതോറും ഭാരങ്ങൾ വഹിക്കുന്നവൻ, ഒരു നാളും കൈവിടാത്തവൻ. അവൻ വാക്കുമാറാ വിശ്വസ്തൻ സ്നേഹിതൻ, താങ്ങി നടത്തും കരത്താൽ. വാക്കുമാറാ വിശ്വസ്തൻ സ്നേഹിതൻ, താങ്ങി നടത്തും കരത്താൽ. എന്റെ ആശ്രയമേശുവിലാ, എന്റെ മോദം തൻ കരുതലിലാ. നന്ദി ഞാൻ ചൊല്ലിടും. ഇന്ന് ഈ സന്ധ്യയിൽ, ഈ രാത്രിയിൽ ഒരുമിച്ച് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങൊരിക്കൽ കൂടെ എന്റെ ജീവിതത്തിൽ ഒന്ന് തിരുപ്പിറവിയെടുത്ത് ശാന്തിയും സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗോന്നതികളിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി ദൈവകരങ്ങളിലേക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയിക്കുന്നു. അവിടുത്തെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ ലോകമെങ്ങും അങ്ങേ ആഘോഷിക്കുകയും അങ്ങയുടെ ജനത്തോടുള്ള ബന്ധത്തിൽ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഈ വാത്സല്യ ഭവനത്തിൽ വന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ,
ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ യഥാർത്ഥ സന്ദേശം കൈമാറുവാൻ അങ്ങ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ ഭൂമിയിൽ അങ്ങ് ജനിച്ചു എന്നുള്ളതിനേക്കാൾ അപൂർവമായി ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ യേശുവിന് ജനിക്കാൻ ഭാഗ്യമുണ്ടായ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ അതാണെന്ന് കരുതി ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു അനുഗ്രഹത്തിന്റെ നാന്ദി കുറിപ്പാൻ ഈ കുടുംബത്തെയും അങ്ങ് സഹായിക്കേണ്ടതിനായി അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. കഴിഞ്ഞ നാളുകളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി അറിയുവാനും അതിലാഴമായി വിശ്വസിക്കുവാനും അതിൽ ജീവിക്കുവാനും ദൈവം കൊടുത്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബാംഗങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്തിനായി, അവിടുത്തെ കൃപകൾക്കായി, അവിടുത്തെ കൃപാസനത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു തൃക്കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ദാനങ്ങളും ശാന്തിയും സമാധാനവും അങ്ങ് നൽകി ഈ കുടുംബത്തെ ആശീർവദിക്കേണ്ടതിനായി അവിടുത്തെ കരങ്ങളിലേക്ക് അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു മശീഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.